Watch India's largest kids library only on Jio Hotstar. Download the app now. പത്തലു, ഇവിടെ ഒരുപാട് മാമ്പഴങ്ങൾ ഉണ്ടെന്നാ തോന്നുന്നത്. മാമ്പഴം കഴിക്കുമ്പോ നല്ല രസമായിരിക്കും അല്ലേ പത്തലു? ദേ അങ്ങോട്ട് നോക്ക്, മരത്തിൽ എത്ര മാങ്ങകളാ തൂങ്ങിക്കിടക്കുന്നേന്ന്. മാമ്പഴം എന്ന് വെച്ചാ ഇതല്ലേ മാമ്പഴം? നീ കണ്ടോടാ, ഈ മനുഷ്യന്മാരെ നമ്മുടെ വല പൊട്ടിച്ചു. നീ പറഞ്ഞത് വളരെ ശരിയാ. ഇവന്മാര് ഭയങ്കരന്മാരാ. നമ്മള് ബുദ്ധിമുട്ടി ഉണ്ടാക്കിച്ചത് നശിപ്പിച്ചു. വാ, നമുക്ക് ഏതെങ്കിലും നമ്മുടെ മക്കളോട് പോയിട്ട് ഈ പരാതി പറയാം, അല്ലെങ്കിൽ ശരിയാവില്ല. മതി മതി നിർത്ത്. ദിവസം തോറും മനുഷ്യന്മാർ നമ്മുടെ വല നശിപ്പിക്കുന്നു എന്നുള്ള പരാതി വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ വലകൾ നിർമ്മിക്കുന്നതെന്ന്. എവിടെ ആ മനുഷ്യന്മാർ? നമുക്ക് അവരൊരു പാഠം പഠിപ്പിച്ചു തന്നെ കാര്യം. വരൂ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ആ മനുഷ്യന്മാരൊരു പാഠം പഠിപ്പിച്ചു തന്നെ കാര്യം. ചിമ്പാൻസി, ചിമ്പാൻസി, ഇത്രയും വലിയ ചിമ്പാൻസി. പെണ്ണിനെന്തിനാ പേടിക്കുന്നേ? പെണ്ണ് വലുതും ഉണ്ടാവും ചെറുതും ഉണ്ടാവും. അതിനെന്തിനാ പേടിക്കുന്നത്? ചിമ്പാൻസി അല്ല ഇത്, ചിലന്തിയാണ്. ഇത് എട്ടുകാലിയാണ്. പിന്നെന്തിനാ പെണ്ണാണെന്ന് പറഞ്ഞത്? ഓടിക്കോ. ചേട്ടാ, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. കിടന്ന് വിളിച്ചു കൂവാതെ കാര്യം എന്താണെന്ന് പറ. നിങ്ങൾ ആദ്യം ഞങ്ങളെ ഈ വലയിൽ നിന്നൊന്ന് രക്ഷിക്ക്. ഇനി പറ, എന്താ കാര്യം? ചായക്കട ചേട്ടാ, ഒരു ജയന്റ് സ്പൈഡർ ഞങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. എന്റെ മോട്ടു, നീ ഇങ്ങനെ പേടിച്ചാല് ഒരു ജയന്റ് സ്പൈഡറിനെ ആരെങ്കിലും പേടിക്കൂ? നിന്റെ ഒരു കാര്യം ശരിക്ക് പറഞ്ഞാ നീ ഒരു പേടിത്തൊണ്ടെന്ന് തന്നെയാ. ആരെങ്കിലും സ്പൈഡറിനെ ഒക്കെ പേടിക്കൂ? ഇത്ര വലിയ സ്പൈഡറോ? ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ. എവിടെ ഓടി പോവുക? ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കേ. അയ്യോ, നീ വേണേ അവിടെ നിന്ന് പറഞ്ഞോ, പക്ഷെ ഞങ്ങൾ നിൽക്കാനൊന്നും പോകുന്നില്ല. ഓടിക്കോ പത്തലു. ചിങ്കം സാറേ, എന്റെ അമ്മോ മോട്ടുപത്തലു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്ത് പറയാനാ ചിങ്കം സാറേ, ഒരു വലിയ ചിലന്തി ഞങ്ങളുടെ പുറകിൽ വരുന്നുണ്ട്. ഞങ്ങളെ ആ എട്ടുകാലിയിൽ നിന്ന് രക്ഷിക്കൂ സാറേ. ചിങ്കം സാറേ, നിങ്ങൾ വെറും ഒരു ചിലന്തിയെ കണ്ട് പേടിക്കുന്നു, അതും ചിലന്തിയെ. Why fear when Chingam is here? ഞാൻ ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. ഇതെന്താണ്? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് പോസിബിൾ ആണ്, ചിലന്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്. എന്നത് താഴേക്ക് ഇറക്കി വിട് കോൺസ്റ്റബിൾസ്, എന്നത് താഴേക്ക് ഇറക്കി വിട്. ഇന്ത്യ നിയമമാണ് സത്യം. നിങ്ങൾ താഴേക്ക് വരുന്നോ അതോ ഞാൻ മേലെ വന്ന് നിങ്ങളെ വലിച്ച് താഴേക്ക് ഇടണോ? എന്റെ പൊന്നു ചിലന്തി റാണി, എന്തിനാ നിങ്ങൾ ഞങ്ങളുടെ പുറകിൽ വരുന്നത്? ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തത്? നിങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരുടെ വലയെല്ലാം മറുത്ത് മുറിച്ചിരിക്കുന്നു. അവർക്ക് ന്യായം ലഭിക്കണം. രക്ഷിക്കണേ ചിങ്കം സാറേ, ഡോക്ടർ ജൻകെ വിളിച്ചോണ്ട് വരൂ വേഗം. ഇത് ഞങ്ങളെ കാട്ടിലേക്ക് കൊണ്ടുപോവാണ്. എന്റെ
ചിലന്തി റാണി ഞങ്ങളോട് എന്തിനായി ക്രൂരത കാണിക്കുന്നത്? ഞങ്ങൾ എപ്പോഴായിരുന്നു നിന്റെ സുഹൃത്തിന്റെ വല പൊട്ടിച്ചത്? കണ്ടോ, നിങ്ങൾക്കറിയില്ല. മാങ്ങ പറിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര വലകളാ പൊട്ടിച്ചത്? ഞങ്ങളോട് ക്ഷമിക്കൂ ചിലന്തി റാണി. വി ആർ വെരി സോറി. ഞങ്ങളുടെ വലകൾ പൊട്ടിച്ചതും പോരാഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു ധാരണയുമില്ലെന്നോ? അത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ പരിശ്രമം മാത്രമാണ് നിങ്ങൾക്ക് പ്രധാനം. ഒരു വലയുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാനാ മോട്ടു പത്ലു? ഞങ്ങളോട് ക്ഷമിക്കൂ ചിലന്തി റാണി. വി ആർ വെരി സോറി. ഇനി സോറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പൊട്ടിച്ച ഈ വലകളെല്ലാം നിങ്ങൾ ശരിയാക്കി തന്നേ മതിയാകൂ. പക്ഷേ ഞങ്ങളെ കൊണ്ട് എങ്ങനെയാ വല ഉണ്ടാക്കാൻ പറ്റുക? നിങ്ങൾ വലകൾ ശരിയാക്കി തന്നേ മതിയാകൂ. ഇല്ലെങ്കിൽ വലിയൊരു വലയിൽ നിങ്ങളെ രണ്ടുപേരെയും അകപ്പെടുത്തും. അതിനുശേഷം ആലോചിച്ചു നോക്ക്, നിങ്ങളെ പോലുള്ള ആളുകൾ അകപ്പെട്ടു കഴിഞ്ഞാൽ ചിലന്തികൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ വലയുണ്ടാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? പക്ഷെ ആ വല എങ്ങനെയാ ഉണ്ടാക്കാന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. മോട്ടു, ഇപ്പോൾ നീ ഒരു ചിലന്തി ആയിരിക്കുന്നു. ഇപ്പോൾ നീ ആരംഭിക്കൂ. മോട്ടുവിനെ എട്ടുകാലിയാക്കി മാറ്റി. വല തയ്യാറാക്കിയതിനു ശേഷം ഞാൻ വീണ്ടും അവനെ മനുഷ്യനാക്കി മാറ്റുന്നതായിരിക്കും. പേടിക്കാതിരിക്കൂ. എത്ര സൂക്ഷിച്ചാ ഉണ്ടാക്കുന്നത്? പക്ഷെ അത് പൊട്ടിപ്പോയല്ലോ. കണ്ടില്ലേ, ഇതിന് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മോട്ടു വലയുണ്ടാക്കി തരാം. അതെ, എത്ര സൂക്ഷിച്ചാണ് ഞാൻ വലയുണ്ടാക്കുന്നത്, എന്നിട്ടും പൊട്ടിപ്പോകുന്നല്ലോ. എന്തായാലും ഇത് പൊട്ടിപ്പോകും തോന്നുന്നില്ല. സൂക്ഷിച്ച പത്ലു എന്റെ ചങ്കേ, എന്റെ ബ്രോ. മോട്ടു എവിടെ പറ. മോട്ടു വലയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ദേ വല പൊട്ടിച്ചിരിക്കുന്നു. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വലയാണിത്. എന്റെ ഈശ്വര, എന്റെ ചങ്കിനിങ്ങനെ ക്രൂരമായ അവസ്ഥ വന്നല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഓഹോ, വലിയേട്ടാ, ചെയ്യാത്ത തെറ്റിനാണ് ഞാനിപ്പോ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്ക് മോട്ടു, കരയുന്നത് നിർത്തി ജോലി ചെയ്യാൻ നോക്ക് മര്യാദയ്ക്ക്. എന്റെ അമ്മോ പത്ലു, ഞാനിതാ എത്തിക്കഴിഞ്ഞു. എന്റെ കളി ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പറ, ആ ചിലന്തി എവിടെ പോയി? ഇതെന്തിനാ അങ്ങനെ വഴിയിൽ കെട്ടിവെച്ചിരിക്കുന്നത്? ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ. ദേ വീണ്ടും എന്നെ കഷ്ടപ്പാടിൽ വെള്ളം ഒഴിച്ച് കളഞ്ഞല്ലോ. മനസ്സിലായോ? ഒരു വലയുണ്ടാക്കാൻ ഇപ്പോൾ എത്ര കഷ്ടപ്പെടണമെന്ന് മനസ്സിലായില്ലേ? എന്നാൽ നിങ്ങൾ എത്ര എളുപ്പത്തിലാ ഞങ്ങളുടെ വലകളൊക്കെ നശിപ്പിച്ചത്. ചിലന്തി റാണി, എന്നെ കൊണ്ടൊന്നും വയ്യ ഈ വലയുണ്ടാക്കാൻ. ഞാൻ ഈ വലയുണ്ടാക്കി തളർന്നു പോയി റാണി. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ വലകൾ നിർമ്മിച്ചേ മതിയാകൂ. എനിക്ക് എന്റെ കൂട്ടുകാരനെ രക്ഷിച്ചേ മതിയാകൂ. മമ്മി, ഞാൻ കേട്ടു മോട്ടു പത്ലു ഇപ്പൊ ചിലന്തി ഉണ്ടാക്കുന്ന പണിയാണെന്ന്. കസിറ്റ, നീ എന്താ ചെയ്യുന്നത്? ഇത് മോട്ടുവും പത്ലുവും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വലയാണിത്. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ചിലന്തിയായി മാറി ചിലന്തി വല ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ചിലന്തി റാണി, ഞങ്ങളിതേ വലയുണ്ടാക്കിയിരിക്കുന്നു. കണ്ടില്ലേ, ഇതിൽ 2 വണ്ടും വന്ന് കുടുങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങളെ പഴയതുപോലെ ആക്കൂ പ്ലീസ്. എന്നിട്ട് ഞങ്ങളെ പോകാൻ അനുവദിക്കൂ. അതെങ്ങനെ സാധിക്കും? നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് വലയുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള സമ്മാനം ലഭിച്ചല്ലേ മതിയാകൂ. അതിലകപ്പെട്ടിരിക്കുന്ന ആ പ്രാണികളാണ് നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ. നിങ്ങൾ വേഗം തന്നെ അതിനെ ഭക്ഷിക്കാൻ തുടങ്ങും. ഞങ്ങള് വണ്ടിനെ ഒന്നും കഴിക്കാറില്ല. കഴിക്കാറില്ലെന്ന്. ഞാനൊരു തമാശ പറഞ്ഞതാ. ഇപ്പോൾ മനസ്സിലായില്ലേ ഒരു വലയുണ്ടാക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടണമെന്നുള്ളത്? നിങ്ങൾക്കൊക്കെ ഇതൊരു നിസ്സാര കാര്യമായിരിക്കാം, എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരിക്കലും പൊട്ടിക്കില്ല. ഞാനിനി പൊട്ടിക്കില്ല. ഞങ്ങളെ ഒന്ന് വേഗത്തിൽ മാറ്റി തരൂ പ്ലീസ്. ഇല്ല, ഇപ്പോൾ ചെയ്യില്ല. നിങ്ങൾ വളരെ നന്നായി വലകൾ ചെയ്തിരിക്കുന്നു.
നിങ്ങൾ ഇവിടെ താമസിച്ച് ഓരോ ചിലന്തികൾക്കും വലകൾ തയ്യാറാക്കി കൊടുക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വേഗം അനുസരിക്കും. വേണ്ട വേണ്ട, ഞങ്ങളെ പോകാൻ അനുവദിക്കൂ. ഞങ്ങളെ വിടൂ വിടൂ പ്ലീസ്. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ്. ഇനി ഒരിക്കലും ഞങ്ങൾ ഇതുപോലെ ചെയ്യില്ല. ഇനി ഒരിക്കലും ഇതുപോലെ ചെയ്യില്ല റാണി. എടാ മണ്ട, ഞാനൊരു തമാശ പറഞ്ഞതാടോ. നിങ്ങൾ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നതൊന്നും നിർത്തുന്നുണ്ടോ പ്ലീസ്? താങ്ക് യു ചിലന്തി റാണി, ഞങ്ങളെ എല്ലാം മനസ്സിലാക്കി തന്നതിന് താങ്ക് യു. Watch India's largest kids library only on Geo Hotstar. Download the app now.